ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ വെറുതെ ഡ്രൈവിന് ഇറങ്ങിയതാണ് കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വന്നപ്പോ ആൽഡി കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും കൂടെ ഷോപ്പ് ചെയ്തിട്ട് പോവാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. അപ്പോൾ ബോക്സിംഗ് ഡേ, ക്രിസ്മസ് അങ്ങനെയുള്ള ഹോളിഡേസ് ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൽഡിയില് ഒരുപാട് സെഷൻസ് കാലിയായിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇത്രയും എംറ്റി ആയിട്ടുള്ള സ്പേസസ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പൊ നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. മുട്ട ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടി, നമ്മൾ സാധാരണ യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് മീറ്റിന്റെ സെഷനാണ്. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ മീറ്റ് ഒക്കെ വരുന്നത്. എല്ലാ തരത്തിലുള്ള മീറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. ബീഫ് ഉണ്ട്, പിന്നെ പോർക്ക് ഉണ്ട്, ചിക്കൻ ഉണ്ടാവും. ഇത് പാലാണ്, പല ഫ്ലേവറിലുള്ള പല അളവിലുള്ള പാലുകളുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഫുൾ ക്രീം മിൽക്ക് ആണ് വാങ്ങിക്കാറ്. ചായയൊക്കെ എടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഫുൾ ക്രീം മിൽക്കിന് തന്നെയാണ്. പിന്നെ ഇത് കുറച്ച് ബട്ടർ, പിന്നെ യോഗട്ട്, നമ്മുടെ ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള ന്യൂട്ടെല്ല, അങ്ങനെയുള്ള പല പല സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു വില കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയതെന്നും അതിനിവിടെ എത്രത്തോളം വില ആവുന്നുണ്ടെന്നും നമുക്ക് ടോട്ടൽ ബില്ലായത് എത്രയാന്നൊക്കെ ഉള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഷുഗർ, ബ്രെഡ് ആണെങ്കിൽ പല ഫ്ലേവറിലും പല വലിപ്പത്തിലും പല ഷേപ്പിലും ഒക്കെ ഉള്ള ബ്രെഡുകൾ ഉണ്ട് കേട്ടോ, നമ്മളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ ഒരുപാട് സാധനങ്ങൾ. പിന്നെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഫ്ലേവറിലുള്ള പല സൈസിലും കളറിലും ഒക്കെയുള്ള ഐസ്ക്രീംസിന്റെ ബോക്സസ് ആണ് ഈ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് പിസ്സ, അങ്ങനെയുള്ള ഫ്രോസൺ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല സാധാരണഗതിയിൽ. അപ്പം ഇത് പിന്നെ നമ്മളുടെ ഫിഷിന്റെ ഐറ്റംസ് ആണ്. പിന്നെ ഇവിടെ കുട്ടികൾക്കുള്ള ഡ്രോയിങ് ഐറ്റംസ് ഉണ്ട്, കളിക്കാനുള്ള സാധനങ്ങളുടെ ഒരു ഐറ്റംസ് ഉണ്ട്. അങ്ങനെ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഈ ഒരു ഷോപ്പിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അഫോർഡബിളും കൂടി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ആവശ്യമുള്ള പച്ചക്കറികളും നമ്മൾക്ക് ആവശ്യമുള്ള ഗ്രോസറി ഐറ്റംസും എല്ലാം എടുത്തിട്ട് ഇത് ലാസ്റ്റ് ബില്ല് ചെയ്തു. അപ്പോൾ ഇത്രയും ഷോപ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ ഇതിന്റെ ഉള്ളിൽ കെയർ ചെയ്ത് ആക്ച്വലി, പക്ഷെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എനിവേ, ഇനി നമ്മൾ കാണാൻ പോണത് നമ്മൾ എന്തൊക്കെയാ വാങ്ങിയെന്നും അതിന്റെ വിലകളും ഒക്കെയാണ് കേട്ടോ. അപ്പോ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ പല കൗണ്ടറുകളും അടച്ചിട്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്ന സ്റ്റാഫ് എല്ലാം ലീവിലായിരുന്നിരിക്കണം. പക്ഷെ പാർക്കിങ്ങിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3-4 ഷോപ്സ് അടുത്തടുത്ത് തന്നെ. അപ്പൊ നമ്മൾ ആൽഡിയിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് അതിന്റെ വില നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സാധനം ഈ ലോഫ് ആണ്. ലോഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ബ്രെഡ്. ഇതിന് 469 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ് കേട്ടോ, 469. അപ്പോൾ അത് മാറ്റി വെക്കാം. പിന്നെ അടുത്തത് മാംഗോ, അതായത് നമ്മൾ മാംഗോ ഇവിടെ ഇത് 3 മാംഗോ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ഒരു മാങ്ങയ്ക്ക് 2.49 249. 3 മാങ്ങയും കൂടെ അങ്ങനെ ഒരെണ്ണത്തിന് 249 വെച്ചിട്ട്. പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ആണ്. ഇത് 1 ലിറ്ററിന്റെ സൺഫ്ലവർ ഓയിൽ ആണ് കേട്ടോ. അപ്പൊ സൺഫ്ലവർ ഓയിലിന് വന്നിരിക്കുന്ന വില $449 നിർത്ത. അടുത്തത് നമ്മൾ 1 കിലോയുടെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് പച്ചരിയുടെ യൂസിന് വേണ്ടിയിട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ ഈ ഒരു ബസ്മതി റൈസിന് 3.19 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ് അയക്കുന്നത്, 3.19. പിന്നെ വന്നിരിക്കുന്നത് ഓർഗാനിക് ഓട്സ്. ഇതാണ് ഓർഗാനിക് ഓട്സ്, നാച്ചുറൽ ഓട്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 500 ഗ്രാംസ് ആണുള്ളത്. 500 ഗ്രാംസിന് 289 ആണ് 500 ഗ്രാംസ് ഓട്സിന് അയക്കുന്നത്. പിന്നെ നമ്മൾ സീബാസ്, ഇതിന്റെ ഫ്രോസൺ ഇത് ഫില്ലറ്റ്സ് ആണ്. അപ്പോൾ ഇതിന് അയക്കുന്നത് 799 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ് അതിന് അയക്കുന്നത്. പിന്നെ വന്നേക്കുന്നത് നമ്മുടെ ലൈം ആണ് കേട്ടോ. ലൈം, ഇതിനകത്ത് 4 ലൈം ഉണ്ട്. ഈ 4 ലൈമിനും കൂടെ വന്നിട്ട് 5.16 ഓസ്ട്രേലിയൻ ഡോളർ. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നി. ഇത്രയും വിലയൊക്കെ നാരങ്ങയ്ക്ക് ഉണ്ടോ അറിയില്ല. എനിവേ, നല്ല പച്ച നാരങ്ങയാണ്, നമുക്ക് ചൂടല്ലേ, അപ്പൊ നാരങ്ങയോടൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. കുറച്ച് എക്സ്പെൻസീവ് ആയി പോയി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഹാസിൽനട്ട് സ്പ്രെഡ് ആണ്, ബ്രെഡിന്റെ സ്പ്രെഡ്. നമ്മുടെ ന്യൂട്ടലയൊക്കെ പോലത്തെ വേറൊരു സാധനം. അതിന് 3.69 ആണ്. അങ്ങനത്തെ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. 3.69. ഇത് 400 ഗ്രാം ആണ് ഒരു ബോട്ടിൽ കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്. പിന്നെ വന്നിരിക്കുന്നത് മഷ്റൂം ആണ്. മഷ്റൂം നല്ല അടിപൊളി നല്ല മഷ്റൂം ആണ്. മഷ്റൂം 500 ഗ്രാംസിന് വില വന്നിരിക്കുന്നത് $6.49. അപ്പം അതവിടെ ഇരിക്കട്ടെ. അടുത്തത് നമ്മുടെ ചിക്കൻ നൂഡിൽസ് ആണ്. നൂഡിൽസിന്റെ അകത്ത്
425 ഗ്രാംസ് 5 പാക്കറ്റ്സ് ഓഫ് ചിക്കൻ നൂഡിൽസ് ഉണ്ട് കേട്ടോ. അപ്പം അതിന് 189 ഉള്ളൂ. ഇത് കുറച്ച് ചീപ്പാന്ന് തോന്നുന്നു. 189 5 പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തത് വന്നേക്കുന്നത് നമ്മുടെ കാരമൽ ബിസ്ക്കറ്റ്സ്. കാരമൽ ചോക്ലേറ്റ് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന അല്ലേ? എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല. അതിന്റെ വില 200 ഗ്രാംസ് ആണ് 259. നല്ല വിലയാ. പിന്നെ അടുത്തത് ബീൻസ് 375 ഗ്രാംസ് ബീൻസ്. നല്ല പച്ച ബീൻസ് ആണ്. 375 ഗ്രാംസ് ഉണ്ട്. അതിന്റെ വില 399. അതിന് അടുത്തത് വന്നിരിക്കുന്നത് നമുക്ക് ഗ്രേപ്സ് ആണ്. അത് 400 ഗ്രാംസിന്റെ ഗ്രേപ്സ്, നല്ല കറുത്ത മുന്തിരിങ്ങ. അതിന്റെ വില എന്ന് പറയുന്നത് 699 ആണ് അതിന്റെ വില. പിന്നെ വന്നിട്ട് ബനാന പെർ kg 6.79 ആണ്. ഭയങ്കര വിലയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോ അത് 1.7 കിലോഗ്രാം കണ്ടിട്ടുണ്ട്. അല്ല, 3 കിലോ ഉണ്ടായിരുന്നു, തെറ്റിപ്പോയി, സോറി. അത് 1 കിലോയ്ക്ക് 1.70 ആണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ടോട്ടൽ അയക്കുന്നത് 6.79 ആണ്. അത് ഇത്രയും പഴമുണ്ട് കേട്ടോ, ഇത്രയും പഴമുണ്ട്. അത് കൂടുതലല്ല. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് വൈറ്റ് ഷുഗർ. എവിടെ വൈറ്റ് ഷുഗർ? അയ്യോ, ഇത് എടുത്തിട്ട് പോകുന്നില്ല. വൈറ്റ് ഷുഗർ ഇത് എത്ര കിലോ ഉണ്ട്? 2 കിലോ വൈറ്റ് ഷുഗർ ഉണ്ട്. 2 കിലോ ഷുഗറിന് കാണുന്നില്ല, എവിടെ പോയി? 2 കിലോ ഷുഗറിന് ഓക്കെ 259. പഞ്ചസാര കഴിക്കാം കേട്ടോ, വില കുറവാ. 259 ഉള്ളൂ 2 കിലോ ഷുഗറിന്. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലെയിൻ ഫ്ലോർ, നമ്മുടെ സ്വന്തം മൈദ. ഇത് 1 കിലോ എന്ന് തോന്നുന്നു. 1 കിലോ മൈദയ്ക്ക് 129. അതും വലിയ വിലയൊന്നുമില്ല. അപ്പം 129 അതിന്റെ 1 കിലോ മൈദയ്ക്ക് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ മേടിച്ചേക്കുന്നത് നമ്മുടെ ടൊമാറ്റോ സോസ് ആണ്. ടൊമാറ്റോ സോസ്, ഒരു കുഞ്ഞ് ടൊമാറ്റോ സോസിന് 1.99. അത് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്നത്, എങ്ങനെയുണ്ടെന്ന് അറിയില്ല, ട്രൈ ചെയ്തിട്ട് പറയാം. പിന്നെ വന്നിരിക്കുന്നത് ഓർഗാനിക് ബട്ടർ. ഇത് അൺസോൾട്ടഡ് ആണ്, അതല്ല, ഇത് ഓർഗാനിക് ബട്ടർ. സോൾട്ടഡ് ബട്ടർ ആണ്. ഇതിന് ഇച്ചിരി വില കൂടുതലാണ്, 4.49 ആയിട്ടുണ്ട് ആ ബട്ടറിന്. പിന്നെ വന്നിരിക്കുന്നത് ലൂപാർക്കിന്റെ സോൾട്ടഡ് മറ്റേ ബട്ടർ മിൽക്ക്. അതിന്റെ വില എന്ന് പറയുന്നത് 699. പിന്നെ നമ്മളൊരു ക്ലോത്ത് വാങ്ങിച്ചിട്ടുണ്ട്, ക്ലോത്ത് വൈപ്സ്. ഈ ഒരു ടൈപ്പ് നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പാക്കിനകത്ത് കുറെ വൈപ്സ് ഉണ്ട് കേട്ടോ. 10 എണ്ണം ഉണ്ട്. 10 എണ്ണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള 60 to 30 സെന്റിമീറ്ററിന്റെ ക്ലോത്ത് വൈപ്സ് ആണ്. ഇതിന്റെ വില എന്ന് പറയുന്നത് വെറും $0.99 ഉള്ളൂ. അപ്പോൾ നമുക്ക് $1 പോലും ആവുന്നില്ല. അത് വേർത്താണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് കുറെ പ്രാവശ്യം കഴുകിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു ക്ലോത്ത്. പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് വലിയൊരു പ്രോൺസ്. ഇത് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, ഇതിങ്ങനെ ഫ്രോസൺ ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഇത് നമുക്ക് ട്രൈ ചെയ്തിട്ട് പറയാം. അപ്പൊ ജസ്റ്റ് അത് കുക്ക്ഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓസ്ട്രേലിയൻ ടൈഗർ പ്രോൺസ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഈ ഒരു പ്രോൺസിന്റെ വില വന്നിരിക്കുന്നത് $24.99 ആണ്. ഏകദേശം $25 ആയിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാവും അറിയില്ല, നോക്കാം. നമുക്ക് വന്നിരിക്കുന്നത് യോഗട്ട് ആണ്. യോഗട്ട്, നല്ല തിക്ക് ക്രീമി യോഗട്ട്. അത് 1 കിലോയുടെ യോഗട്ടിന് വന്നിരിക്കുന്നത് 379. അത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. 379 ആണ് 1 കിലോ. പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഒരു പിള്ളേർക്ക് കഴിക്കാനൊക്കെ പറ്റിയ ടൈപ്പ് ഒരു ചോക്ലേറ്റ് മൂഫിൻസ് ആണ്. ഇതിന് വന്നിരിക്കുന്നത് 449. ഇതിനകത്ത് 4 എണ്ണം ഉള്ളത് കേട്ടോ, കപ്പ് കേക്ക് ഒക്കെ പോലെ 4 എണ്ണം ഉള്ളത്. അത് നല്ല ടേസ്റ്റിയാണ്. അപ്പൊ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സോസേജസ്, ഹണി ബീ സോസേജ് ആണ്. ഇതിനകത്ത് 2, 4, 6, 7 പീസ് ഉണ്ട്. 7 പീസിന് വന്നിരിക്കുന്നത് 429 അതുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് സ്പിനാച്ച്, നമ്മുടെ സ്വന്തം ഇല, ബേബി സ്പിനാച്ച്. ഇത് സ്വീറ്റ് ആൻഡ് മൈൽഡ് എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് 250 ഗ്രാംസ് ആണ് ഇതുള്ളത്. അതിന് 399. ബേബി സ്പിനാച്ച് 399. പിന്നെ വന്നിരിക്കുന്ന മിക്സ്ഡ് വെജിറ്റബിൾസ്. ഇത് ഫ്രോസൺ മിക്സ്ഡ് വെജിറ്റബിൾസ് ആണ്. ഇത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും നമ്മുടെ കറികൾ, നമുക്ക് വെജിറ്റബിൾ സ്റ്റൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര യൂസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കുന്ന ഒരു സാധനമാണിത്. അതിന് 1 കിലോയ്ക്ക് 279. ഇത് കുഴപ്പമില്ല, കാരണം ഇത് എല്ലാം കട്ട് ചെയ്ത് റെഡി ടു കുക്ക് ആയിട്ട് വെച്ചിരിക്കുന്ന, പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് അത് കുഴപ്പമില്ല. പിന്നെ നമ്മളൊരു കോള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, സീറോ ഷുഗറിന്റെ 600 ml ഒരു കോള. അത് കുടിച്ച് തീർത്തു കേട്ടോ. അപ്പോൾ അതിന്റെ വില എന്ന് പറയുന്നത് 399 ആയിരുന്നു. പിന്നെ വന്നേക്കുന്നത് ഉള്ളി, റെഡ് ഓണിയന് ഇത് എത്ര കിലോ ഉണ്ടെന്ന് അറിയോ? 2.5 കിലോ ഉണ്ട്. 2.69 കിലോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ വില വന്നേക്കുന്നത് 13.25, 13.25 ആണ് ഈ ഒരു 2.5 കിലോ ഉള്ളിക്ക് വില. അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് പിങ്ക് ലേഡി ആപ്പിൾ ആണ് കേട്ടോ. ഇത് നല്ല ഫ്രഷ് ആപ്പിള്. അപ്പം ഇത് 1 കിലോയ്ക്ക് 429. 1 കിലോ ആപ്പിളിന് 429. അതേപോലെ തന്നെ ഫെയർ ആപ്പിൾസ് ഉണ്ട്, പച്ച കളറിലുള്ള ആപ്പിൾസ്. അതും 1 കിലോയ്ക്ക് 499. അപ്പൊ അത് രണ്ട് 429 499 ആണ് അതിന്റെ വില. പിന്നെ വന്നേക്കുന്നത് സ്ട്രോബറി 250 ഗ്രാം സ്ട്രോബെറിക്ക് 249 ആണ് വന്നേക്കുന്നത്. പിന്നെ വന്നേക്കുന്നത് വാഷ്ഡ് പൊട്ടാറ്റോസ്.
ഓക്കെ, ഇതുണ്ടോ നല്ല കഴുകി കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പന്മാരായിട്ട് വെച്ചേക്കുന്ന പൊട്ടറ്റോ. അതിന്റെ വില വന്നേക്കുന്നത് 399. ഇത് 2 കിലോ ഉണ്ട്. 2 കിലോ വാഷ്ഡ് പൊട്ടറ്റോയ്ക്ക് 399. പിന്നെ ഇവിടെ നമുക്ക് മറ്റേ ഹോട്ട് ഡോഗ് റോൾസ് ഉണ്ട്. 6 പാക്സിന് 399 ആണ് ഇപ്പോൾ വില വന്നേക്കുന്നത്. 6 പീസ് ബണ്ണ് പോലെ. അത് കഴിഞ്ഞിട്ട് വാട്ടർമെലൺ ഇവിടെ വാട്ടർമെലൺ ഉണ്ട്. ഒരു ഫുൾ വാട്ടർമെലൺ ആണ് ഇത്. എത്രയാ 3.6 kg ഉണ്ട്. അതിന് $5.43 ആയിരിക്കുന്നത്. 1.49 per kilo ആണ് വന്നിരിക്കുന്നത് വില. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം തക്കാളി ഇത് എങ്ങനെ ഇരിക്കുന്നത്, നല്ല ഫ്രഷ് തക്കാളി കേട്ടോ. ആ തക്കാളി ഇവർ രണ്ടായിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ വില എന്ന് പറയുന്നത് $2.49 per kilo ആണ് കേട്ടോ. അപ്പൊ 2.49 per kilo ആണ് തക്കാളിയുടെ വില. നമ്മളുടെ ഇതിപ്പോ 1 കിലോ ഉണ്ട്. അപ്പൊ അത്രയും വിലയായിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് പോർക്ക് ഇവിടെ പോർക്ക് ഇരിക്കുന്നു. എന്റെ അമ്മോ, ഇത് എത്ര കിലോ ഉണ്ട്? ഇത് 2.346 kilograms ഉണ്ട്. ഇതിന്റെ വില വന്നിരിക്കുന്നത് $18.74 ആണോ എന്താ അറിയില്ല. 18.74 ആണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ പാലൊക്കെ നമുക്ക് എന്നും വേണ്ടതല്ലേ. അപ്പൊ 3 ലിറ്ററിന്റെ പാലാണ്. ഒരു പാലിന് $435 ആണ് വന്നിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഒരേ വിലയാന്ന് തോന്നുന്നു പാലിന് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് 2 വാങ്ങിച്ചിട്ടുണ്ട്. എന്നാൽ പാൽ എപ്പോഴും ആവശ്യമുള്ളതുകൊണ്ട് അത് 2 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചേക്കുന്നത് നമ്മളൊരു ഇതുപോലത്തെ എന്താ പറയുക ചോക്കോ പില്ലോസ്. ഇത് ഈ കോൺഫ്ലെക്സ് ഒക്കെ പോലെയുള്ള വേറെ ഒരു ചോക്ലേറ്റ് ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. ഇത് 500 ഗ്രാമിന് അയക്കുന്നത് എത്ര 500 ഗ്രാമിന് $429. പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്ന ഒരു വനില ഐസ്ക്രീം ആണ് കേട്ടോ. ഐസ്ക്രീം ബോക്സ് ഇരിക്കണം. ഇത് എത്ര 2 ലിറ്ററിന്റെ വനില ഐസ്ക്രീം ആണ്. ഇത് അടിപൊളിയാണ്. അപ്പം ഇതിന്റെ വില വന്നിരിക്കുന്നത് $6.49. അപ്പൊ അത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഷോപ്പിംഗ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ആൽഡി കമ്പയർഡ് ടു UK ഇവിടെ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. ചില കാര്യങ്ങൾക്ക് നമ്മുടെ കോൾസ് അല്ലെങ്കിൽ വൂൾവർട്സ് അങ്ങനെയുള്ള ഗ്രോസറി ഷോപ്പിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയാം. വീഡിയോ ലെങ്തി ആണെന്ന് അറിയാം. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.